ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു. നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. ദി അവർ ഓഫ് ഹോപ്പ് എന്ന ഈ ടെലിവിഷൻ ബൈബിൾ ക്ലാസ്സിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം. എല്ലാ ആഴ്ചയിലും ദൈവവചനം നിങ്ങളോട് പങ്കിടുവാൻ ലഭിക്കുന്ന ഈ അവസരം വളരെ വിലയേറിയതായി ഞാൻ കണക്കാക്കുന്നു. ഞങ്ങളെ ദൈവം ഇതിന് ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിൽ ഞങ്ങൾ ദൈവത്തോട് നന്ദിയുള്ളവരാകുന്നു. ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരുണ്ട്. പലരും ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഭാര്യയും മറ്റ് സഹോദരങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആഴ്ചയിൽ 2 പ്രാവശ്യം വ്യാഴാഴ്ച നടക്കുന്നതായ മധ്യസ്ഥ പ്രാർത്ഥനയിലും ഞായറാഴ്ച വൈകിട്ട് നടക്കുന്നതായ പ്രത്യേക കൂടിവരവിലും വിഷയങ്ങൾ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. വ്യാഴാഴ്ചയോ ഞായറാഴ്ചയോ നടക്കുന്നതായ ആ പ്രത്യേക യോഗങ്ങളിൽ വന്ന് സംബന്ധിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ അടുത്ത പ്രദേശത്ത് പുനലൂരിനടുത്തുള്ളതായ ദേശത്ത് താമസിക്കുന്ന ആർക്കെങ്കിലും അതിന് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുക. അവിടെ വന്ന് ഞങ്ങളോടുകൂടെ ആരാധനയിൽ പങ്കെടുക്കുന്നത്, വചനം പഠിക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമാകുന്നു. ദൈവം അതിനുള്ള അവസരങ്ങൾ ഒരുക്കി തരട്ടെ. നിങ്ങൾ ഞങ്ങളെ വിളിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് വളരെ പ്രചോദനം നൽകുന്നു. ആവശ്യങ്ങൾ പറഞ്ഞ് വിളിക്കുമ്പോൾ ഞങ്ങളത് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതിലുപരിയായി നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ ഇതെങ്ങനെ പ്രയോജനപ്പെടുന്നു എന്നറിയുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. പലരും കണ്ടിട്ട് ഒരിക്കലും വിളിക്കാത്തവരുണ്ട്. പലർക്കും ഇത് കാണുന്നു, എന്നെ വ്യക്തിപരമായിട്ട് കാണുമ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് പ്രോഗ്രാം ക്രമമായി കാണുന്നുണ്ട്. ക്രമമായി കാണുന്നെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടായിരിക്കണമല്ലോ. അങ്ങനെയുള്ള അനേകരുണ്ട്. എങ്കിലും നിങ്ങളെ ഒന്ന് വിളിച്ച് ഞങ്ങളോട് പ്രോഗ്രാം കണ്ടു, അത് സന്തോഷമായിരുന്നു, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ദൈവം എന്നോട് ഇടപെട്ടു, എൻ്റെ ജീവിതത്തിലൊരു മാറ്റം വന്നു, ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഇത് പ്രയോജനകരമായിരുന്നു, അല്ലെങ്കിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നതിന് ഈ പ്രോഗ്രാം പ്രയോജനകരമായിരുന്നു. ഇങ്ങനെയുള്ളതായ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇത് ഞങ്ങളെ പുകഴ്ത്തുന്നത് കേൾക്കുന്നതിനല്ല. ഞങ്ങൾ ഈ സമയവും അതിനുവേണ്ടി എനർജിയും പണവും ഒക്കെ ചിലവഴിക്കുമ്പോൾ അത് എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്ന് അറിയുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. കർത്താവിനെ അറിയാം. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്. നിൻ്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക എന്ന് പറയുന്നത് പോലെ പലപ്പോഴും അറിഞ്ഞുകൂടാത്ത ആളുകളുടെ ഇടയിലേക്ക് ആരോ കേൾക്കുന്നു, ആരൊക്കെ കാണുന്നു, ഇതൊന്നും അറിയാതാണ് ഞങ്ങളിത് ചെയ്യുന്നത്. എങ്കിലും മറ്റുള്ളവർ വിളിച്ചു പറയുമ്പോൾ വല്ലപ്പോഴുമൊക്കെയെങ്കിലും അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് കാണുമ്പോൾ അത് ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഉത്സാഹത്തിന് കാരണമാകും. അതുകൊണ്ട് ഇതുവരെയും വിളിച്ചിട്ടില്ലാത്ത ചിലപ്പോൾ 6, 7, 8 വർഷമായിട്ട് നിങ്ങൾ ഉക്കുമ്പോഴൊക്കെയും കാണുന്നുണ്ടായിരിക്കും. ഇത് നിങ്ങൾക്ക് പ്രയോജനകരമായിരിക്കും. നിങ്ങൾ ഞങ്ങളെ വിളിച്ചു പറയുകയോ അല്ലെങ്കിൽ ഒരു ഇമെയിൽ അയക്കുകയോ ഒരു എഴുത്ത് എഴുതുകയോ ചെയ്താൽ അത് സന്തോഷത്തിന്. കാരണം അതിൻ്റെ ആവശ്യങ്ങളില്ല, അതുകൊണ്ട് വിളിച്ചില്ല എന്ന് പറഞ്ഞിരിക്കേണ്ട. ആവശ്യങ്ങളില്ല എങ്കിലും വിളിക്കുന്നത് നന്നായിരിക്കും. നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മെപ്പറ്റിയുള്ള നമ്മുടെ സാക്ഷ്യം എന്താകുന്നു, നമ്മെപ്പറ്റി വേദപുസ്തകത്തിൻ്റെയും ദൈവത്തിൻ്റെയും സാക്ഷ്യം എന്താകുന്നുവെന്നും നമ്മെപ്പറ്റി മറ്റുള്ളവരുടെ സാക്ഷ്യം എന്താകുന്നുവെന്നും നാം നേരത്തെ ചിന്തിച്ചു. ഇപ്പോൾ നാം ചിന്തിക്കുന്നത് നമ്മെപ്പറ്റിയുള്ള നമ്മുടെ സാക്ഷ്യം എന്താകുന്നു. നാം ആരായിരിക്കണമെന്നാണ് ആഗ്രഹിക്കേണ്ടത്. നമുക്ക് ചിലപ്പോൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണും. യുവാക്കന്മാർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ വളരെ സ്വപ്നങ്ങളുണ്ട്. എന്നെപ്പോലെ പ്രായമായവർ ചിലപ്പോഴിരുന്നിങ്ങനെ വിഷമിക്കുകയാണ്, എൻ്റെ സ്വപ്നങ്ങൾ പലതും നിറവേറ്റപ്പെട്ടിട്ടില്ലല്ലോ എന്ന്. അതോർത്ത് ദുഃഖിക്കുന്നവരുണ്ടായിരിക്കും. എന്നാൽ നമ്മുടെ സ്വപ്നങ്ങളെക്കാൾ വലുത് ദൈവത്തിൻ്റെ സ്വപ്നമാകുന്നു. ദൈവത്തിന് നമ്മെപ്പറ്റി ഒരു സ്വപ്നമുണ്ട്. ദൈവത്തിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാകുന്നു. അതിനുവേണ്ടി ദൈവം വഴികൾ ഒരുക്കി തരുമ്പോൾ അതനുസരിച്ച് നാം മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാകുന്നു. ദൈവത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടി കാത്തിരിക്കേണ്ടത് ആവശ്യമാകുന്നു. അങ്ങനെയുള്ളതായ ദൈവത്തിന് നമ്മിലുള്ളതായ സ്വപ്നങ്ങളും ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതിയും നിറവേറ്റപ്പെടുന്നതിന് നമ്മെ ദൈവസ്ഥനിൽ ഏൽപ്പിച്ചു കൊടുക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം അവസാനിപ്പിച്ചത് 1, നാം ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. യേശുവിൽ വിശ്വസിച്ച് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന നാം ഓരോരുത്തർക്കും ആ ഉറപ്പുണ്ട്, നാം ദൈവത്തിൻ്റെ മക്കളാകുന്നുവെന്ന്. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. മക്കളായിരിക്കുന്ന നാം പ്രിയമക്കളാകുന്നു എന്നുള്ള ബോധത്തോടുകൂടെ ജീവിക്കണം. കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി, കർത്താവ് പറഞ്ഞിരിക്കുന്ന കൽപ്പന പാലിക്കുന്നവരായി, ഓർഡിനൻസ്
കർത്താവ് പറഞ്ഞിരിക്കുന്ന കൽപ്പന ഓർഡിനൻസ് എന്നുള്ള നിലയിൽ, ഒരു ചട്ടം എന്നുള്ള നിലയിൽ, ഒരു അനുഷ്ഠാനം എന്നുള്ള നിലയിൽ സ്നാനപ്പെടുക, കർത്തൃമേശയിൽ പങ്കെടുക്കുക എന്നുള്ളത്. എന്നാൽ അനുദിന ജീവിതത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കൽപ്പന ദൈവത്തെ സ്നേഹിക്കുക, സഹോദരനെ സ്നേഹിക്കുക, അയൽക്കാരനെ സ്നേഹിക്കുക. ഇങ്ങനെയുള്ളതായ കൽപ്പനകൾ പാലിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയ മക്കളെന്ന പോലെ ജീവിക്കുക. നാം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരായി ജീവിക്കുവാൻ നമുക്ക് ആഗ്രഹമുണ്ടാകണം. അതിനുവേണ്ടി നമ്മെ സമർപ്പിച്ചു കൊടുക്കണം. ഈ ലോക ജീവിതത്തിൽ സ്വന്തം കഴിയുകൊണ്ട് മുന്നോട്ട് പോകാൻ കൽപ്പില്ലാതെ വരുമ്പോൾ, ഈ ലോകത്തിൻ്റെ ദുർനടപ്പിൽ നാം വീണു പോകാൻ സാധ്യതയുള്ളപ്പോൾ, അതിൽ വീഴാതെ തന്നെ നടത്തുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എനിക്ക് ആവശ്യമാകുന്നു. എപ്പോഴോ ഒരിക്കൽ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ചുവെന്നോ, ഒരു പുതിയ അനുഭവത്തിലേക്ക് കടന്നു വന്നോ, അഥവാ രക്ഷിക്കപ്പെടുന്ന സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിലേക്ക് വന്നു, അതിൽ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുകയാണെന്നോ വിചാരിക്കാതെ, അങ്ങനെയുള്ള അളവിൽ തൃപ്തിപ്പെടാതെ ഓരോ ദിവസവും ആ പരിശുദ്ധാത്മ പകർച്ചയുടെ പുതുമയുള്ളവരായി മുന്നോട്ട് പോകാൻ നാം ആഗ്രഹിക്കുക. അതിനുവേണ്ടി ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി സമർപ്പിച്ചു കൊടുക്കുക. അങ്ങനെയുള്ളവരെ ദൈവം ആ പുതുമയിൽ, ആ നിറവിൽ നടത്തിക്കൊണ്ടിരിക്കും. മൂന്നാമത്, നാം കർത്താവിൻ്റെ ശിഷ്യരാകുന്നു. കർത്താവായ യേശു ക്രിസ്തു ഒരു മതം സ്ഥാപിക്കുന്നതിന് വേണ്ടിയല്ല ഈ ലോകത്തിലേക്ക് വന്നത്. കുറേ പേരെയൊക്കെ ഒരു മതത്തിൽ നിന്നും മാറ്റി വേറെ മതത്തിലാക്കിയിട്ട് തനിക്ക് ഇവിടെ കുറേ അനുയായികളുണ്ട്, കുറേ പേര് തന്നെ മതത്തെ പിന്തുടരുന്നവരായിട്ടുണ്ട്, ചില നല്ല ആശയങ്ങളോടുകൂടി ജീവിക്കുന്നവരുണ്ട്. അതല്ല കർത്താവ് ലോകത്തിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം. ശിഷ്യന്മാരെ വിളിച്ച് വേർതിരിക്കുന്നതിന് വേണ്ടിയാകുന്നു. എന്നാൽ ശിഷ്യന്മാരാകുക എന്ന് പറയുന്നത് എളുപ്പകാര്യമല്ല. അത് അനുദിന ജീവിതത്തിലുള്ളതായ ഒരു പ്രക്രിയയാകുന്നു. ഞാൻ അതിനെപ്പറ്റിയൊക്കെ പലപ്പോഴും വിശദമായി തന്നെ സംസാരിച്ചിട്ടുണ്ട്. 10-35 ക്ലാസ് എടുത്താണ് കർത്താവിൻ്റെ ശിഷ്യത്വം എന്നുള്ള പ്രമാണങ്ങൾ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു എന്നുള്ള ആ തലക്കെട്ടോടുകൂടെ ഞാൻ അടുത്തിടയ്ക്ക് പഠിപ്പിച്ചത്. നാമും മനസ്സിലാക്കേണ്ടത്, യേശു നമ്മെ ഒരു മതത്തിൽ നിന്നും മാറ്റിയെടുത്ത് വേറെ മതത്തിൻ്റെ അനുയായിയാകുന്നതിന് കർത്താവ് ക്രിസ്തു എന്ന് സ്ഥാപിച്ചില്ല. നമ്മളൊക്കെ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ഏതോ ഒരു മതത്തിൻ്റെ അനുയായി എന്നുള്ള നിലയിലാകുന്നു പലരും. എന്നാൽ അതല്ല, ക്രിസ്തുവിൻ്റെ ശിഷ്യരായി തീരുവാൻ നാം ഒരുങ്ങണം. ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് നാൾ തോറും തന്നെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അതാവുന്നു കർത്താവിന് നമ്മെക്കുറിച്ച് പറയുവാനുള്ളത്. നമ്മെ തന്നെ ത്യജിക്കുന്നവരായി, നാം ക്രിസ്തുവിൻ്റെ ക്രൂശ് എടുക്കുന്നവരായിട്ടല്ല, നമ്മുടെ തന്നെ ക്രൂശ് എടുക്കുന്നവരായിട്ട്. എന്തെങ്കിലും ക്രൂശും ചുമന്നുകൊണ്ട് ക്രൂശിൻ്റെ അടയാളമൊക്കെ വെച്ചുകൊണ്ട് പോവുകയല്ല. അനുദിന ജീവിതത്തിൽ ആ ക്രൂശിൻ്റെയും കഷ്ടതയുടെയും ത്യജിക്കലിൻ്റെയും ഒക്കെ അനുഭവമുള്ളവരായി, മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെട്ടവരായിരുന്നുവെങ്കിലും അതും സാരമില്ല എന്ന് വിചാരിച്ചു. അതാണ് ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ. അത് മാത്രമല്ല, കുരിശെന്ന് പറയുന്നത് കൊലമരമാകുന്നു. നമ്മെ മറ്റുള്ളവർ ഈ ലോകത്ത്, ഈ ശരീരത്തിൽ നമ്മെ കൊന്നെന്ന് വരാം, നമ്മെ പരിഹസിച്ചു എന്ന് വരാം, നമ്മെ ശപിച്ചു എന്ന് വരാം. എന്നാൽ യേശുവിൻ്റെ പിന്നാലെ നാം പോകുമ്പോൾ കുരിശെടുത്തുകൊണ്ട് പോവുക. അതാണ് ശിഷ്യത്വം എന്ന് പറയുന്നത്. യേശുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ യേശു കാണിച്ചു തന്ന മാതൃക പ്രകാരം ജീവിക്കുന്നതാകുന്നു. അടുത്തതായിട്ട്, നാം കർത്താവിൻ്റെ ദാസന്മാരാകുന്നു. ദാസന്മാരെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നവർ. വേദപുസ്തകത്തിൽ പല സ്ഥലങ്ങളിലും ഉപയോഗിച്ചിട്ടുള്ള, പുതിയ നിയമത്തിൽ അനേക സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഡ്യൂലോസ് എന്നുള്ള പദമാവുന്നു. ദാസൻ എന്ന് അതാണ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം നാം ഒരു അടിമയാകുന്നു. നമ്മൾ രാവിലെ പോയി 8 മണിക്കോ 9 മണിക്കോ ചെന്ന് 4 മണി വരെയോ 5 മണി വരെയോ ജോലി ചെയ്തിട്ട് പോകുന്ന ജോലിക്കാരായിട്ടല്ല ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. നമ്മെ തന്നെ കർത്താവിൻ്റെ മുമ്പിൽ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത് സ്വന്തം അവകാശവും സ്വന്തമായുള്ള അധികാരങ്ങളുമെല്ലാം ദൈവസന്നിധിയിൽ അടിയറ വയ്ക്കുന്ന അടിമകളെ പോലെ നാം ആയിത്തീരണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. എന്തിനു വേണ്ടി? കർത്താവിന് ഈ ലോകത്തിൽ ചില കാര്യങ്ങൾ ചെയ്തെടുക്കുവാനുണ്ട്. നമ്മളുടെ സാക്ഷ്യം മറ്റുള്ളവർക്ക് കാണേണ്ടത് ആവശ്യമാകുന്നു. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സുവിശേഷത്തിൻ്റെ ദൗത്യം നിർവഹിക്കേണ്ടത് ആവശ്യമാകുന്നു. മറ്റുള്ളവരോട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെപ്പറ്റി പറയേണ്ടത് ആവശ്യമാകുന്നു. അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടി തൻ്റെ ഇഷ്ടം ചെയ്യുന്ന വേലക്കാരായി നാം തീരണം. അതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. നാം നേരത്തെ കണ്ടു, നാം ദൈവത്തിൻ്റെ മക്കളാകുന്നുവെന്ന്. പലരും ഇതൊക്കെ ഒരു വർഗം അത് വേർപെടുത്തുന്നതിന് വേണ്ടിയുള്ള പദങ്ങളായി ഉപയോഗിച്ചിരിക്കുന്നു. ഞങ്ങൾ കുറേ പേര് കർത്താവിൻ്റെ ദാസന്മാരാകുന്നു, നിങ്ങൾ കുറേ പേര് കർത്താവിൻ്റെ മക്കളാകുന്നു എന്നൊക്കെ പറഞ്ഞ് വേർതിരിവ് കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ കാണുന്നത്
നാം എല്ലാവരും രക്ഷിക്കപ്പെട്ട് കർത്താവിനെ സ്വീകരിച്ചിട്ടുള്ള നാം എല്ലാവരും കർത്താവിൻ്റെ മക്കൾ ആകുന്നു. കർത്താവിൻ്റെ മക്കളായി തീർന്നിരിക്കുന്ന നാം ഓരോരുത്തരും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വേല ചെയ്യുന്നവരാകണം. അങ്ങനെയുള്ളപ്പോൾ നാം എല്ലാവരും കർത്താവിൻ്റെ വേലക്കാരുമാകുന്നു. ഓരോരുത്തർക്കും പല ചുമതലകൾ നൽകിയിട്ടുണ്ടായിരിക്കും. ഓരോരുത്തരുടെയും ആയിരിക്കുന്ന സ്ഥാനവും ചുറ്റുപാടുകളും നോക്കി പല വേലകളായിരിക്കും ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ നാം വെറും അടിമയെപ്പോലെ കർത്താവിൻ്റെ വേല ചെയ്യുന്നവരാകുന്നു എങ്കിലും നാം പദവിയിൽ വേലക്കാരല്ല, നാം പദവിയിൽ മക്കളാകുന്നു. മക്കൾക്കാണ് കൂടുതൽ സ്ഥാനം. നാം പദവിയിൽ മക്കളാകുന്നു. വളർച്ച പ്രാപിച്ച് പ്രായപൂർത്തിയിലേക്ക് എത്തുന്ന മക്കൾക്ക് ദാസന്മാരുടെ മേൽ അധികാരമുള്ളതുപോലെ വേലക്കാരുടെ മേൽ കർത്തൃത്വമുള്ളതുപോലെ നാമും മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഞാനൊരു വേലക്കാരനാണെന്നും പറഞ്ഞ് തൃപ്തിപ്പെട്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. പിന്നെയോ നാം മക്കളാകുന്നു എന്നുള്ള ആ ധൈര്യത്തോടും അവകാശത്തോടും കൂടെ ജീവിക്കണം. എന്നാൽ അതേ സമയം തന്നെ വേലക്കാരെന്നുള്ള നിലയിൽ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ചെയ്യുന്നതിന് നാം ഒരുക്കമുള്ളവരുമായിരിക്കണം. എന്നാൽ വേദപുസ്തകത്തിൽ വേറൊരു പദം കൂടെ പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിലും 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലും നാം കാണുന്നത്, നാം കർത്താവിൻ്റെ കൂട്ടുവേലക്കാരാകുന്നു, സഹശുശ്രൂഷകന്മാരാകുന്നു. അപ്പോൾ നാം വേലക്കാരാകുന്നു എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത്, നാം കർത്താവിനോട് കൂടെ കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ചെയ്യുന്നവരാകുന്നു. നാം പാർട്ട്നേഴ്സ് ആകുന്നു. തൻ്റെ ദൈവിക സ്വഭാവം നമ്മിലേക്ക് പകർന്നിരിക്കുന്നു എന്ന് പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. വി ആർ പാർട്ട്നേഴ്സ് ഇൻ ദ ഡിവൈൻ നേച്ചർ. ദൈവ സ്വഭാവത്തിൽ ദൈവത്തിൻ്റെ പങ്കാളികളാകുന്നു. മാത്രമല്ല ശുശ്രൂഷയിൽ നാം ദൈവത്തിൻ്റെ പങ്കാളികളാകുന്നു. നാം കർത്താവിൻ്റെ കൂട്ടുവേലക്കാരാകുന്നു. ആ സംഗതി നാം മറന്നു പോകരുത്. അപ്പോഴേ അയ്യോ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് ദൈവത്തിന് ഇഷ്ടമില്ലെങ്കിൽ എനിക്കിന്ന് കൂലി കിട്ടത്തില്ലല്ലോ എന്നുള്ള ഒരു മനോഭാവത്തോടുകൂടി ആയിരിക്കരുത്. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മകനായതുകൊണ്ട് ഞാനിന്ന് ദൈവത്തിൻ്റെ വേല ചെയ്ത് ദൈവരാജ്യത്തിൻ്റെ മുതൽ വർദ്ധിപ്പിക്കും. വേലക്കാർ ജോലി ചെയ്യുന്നത് പലപ്പോഴും അവർക്ക് കൂലി കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാകുന്നു. എന്നാൽ മക്കൾ ജോലി ചെയ്യുന്നത് കൂലിക്ക് വേണ്ടി അല്ല, പിന്നെയോ തങ്ങളുടെ മുതൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാകുന്നു. അതാണ് നമ്മളും ഈ ലോകത്തിൽ വെറും ജോലിക്കാരെന്നുള്ള മനോഭാവത്തോടുകൂടി ജീവിക്കുന്നവരും തമ്മിലുള്ളതായ വ്യത്യാസം. നമ്മളും ജോലി ചെയ്യുന്നുണ്ട്, എന്നാൽ നമ്മൾ ജോലി ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. പിതാവിൻ്റെ സമ്പത്ത് വർദ്ധിച്ചു കഴിയുമ്പോൾ അത് നാമാണ് അതിൻ്റെ പങ്കാളികൾ, നാമാണ് അതിൻ്റെ അവകാശികൾ. അതുകൊണ്ട് നമ്മുടെയും അവകാശം വർദ്ധിക്കുന്നു. അതിനുവേണ്ടി നാം ചെയ്യുന്നു. നാം ക്രിസ്തുവിൻ്റെ അനുകാരികളാകുന്നു. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പൗലോസ് പറയുന്ന ഇതാണ്, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരികൾ ആകുവേൻ. നാം ക്രിസ്തുവിൻ്റെ അനുകാരികളാകുന്നു. നേരത്തെ നാം കണ്ടു, നമ്മെ കുരിശെടുത്ത് കർത്താവിൻ്റെ പിന്നാലെ പോകേണ്ടത് ആവശ്യമാകുന്നു. കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് പല കാരണം, ഞാൻ ഈ ചില ക്ലാസ്സുകൾക്ക് മുമ്പ് അത് പറഞ്ഞു. കർത്താവ് ഈ ലോകത്തിലേക്ക് മനുഷ്യനായി വന്നതിൻ്റെ പല ഉദ്ദേശങ്ങൾ, താൻ എന്ത് നിവർത്തിച്ചിരിക്കുന്നുവെന്ന്. താൻ നിവർത്തിച്ചതിൽ ഒരു സംഗതി ഇതാകുന്നു, ഒരു മനുഷ്യനെ ഈ ലോകത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് കാണിച്ചു തന്നു. പലപ്പോഴും നമുക്ക് ഒരു ആദർശപുരുഷനില്ലാതെ, ഒരു മാതൃകാപുരുഷനില്ലാതെ നാം വിഷമിക്കാറുണ്ട്. ഇന്നത്തെ തലമുറയ്ക്ക് പറ്റിയിട്ടുള്ളതായ ഒരു വലിയ ദോഷം ഇതാണ്. അവർക്ക് ഇന്നവരെ അവരുടെ ഹീറോ ആയിട്ട് കാണുന്നത് വലിയ കളിക്കാരോ മൂവി ആക്ടേഴ്സോ അല്ലെങ്കിൽ വലിയ ആഡംബര പ്രിയരായി ജീവിക്കുന്ന ചിലരോ വലിയ പണക്കാരോ ഒക്കെ ആയിരിക്കും. ആദർശങ്ങളുള്ളവരായി, ജീവിതത്തിൽ വ്യക്തിത്വമുള്ളവരായി, ദൈവഭയമുള്ളവരായി, ദൈവത്തെ സേവിക്കുന്നവരായി, കർത്താവിന് വേണ്ടി ത്യാഗം സഹിക്കുന്നവരായി, തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യ നിർവഹണത്തിന് വേണ്ടി വില കൊടുക്കുന്നവരായി ഉള്ള ഒരു കൂട്ടം ആളുകളെ തങ്ങളുടെ മുമ്പിൽ ആദർശ പുരുഷന്മാരായി, മാതൃകാ പുരുഷന്മാരോ മാതൃകാ സ്ത്രീകളോ ആയി കാണുവാൻ അനേകർക്കും സാധിക്കുന്നില്ല. ഇന്നത്തെ തലമുറ ലക്ഷ്യമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിൻ്റെ ഒരു കാരണം, അവരെ മാത്രം കുറ്റം പറഞ്ഞിരുന്നാൽ പോരാ, നമുക്ക് ഓരോരുത്തർക്കും അതിൽ പങ്കാളിത്തമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മുടെ വ്യക്തിപരമായുള്ള ജീവിതത്തിൽ, നമ്മുടെ രഹസ്യ ജീവിതത്തിൽ, നമ്മുടെ മക്കളുടെ മുമ്പിലുള്ള ജീവിതത്തിൽ പലപ്പോഴും അവരോട് നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുവെങ്കിലും അവർ നമ്മെ സൂക്ഷ്മ അവലോകനം ചെയ്തു കഴിയുമ്പോൾ അനുകരിക്കത്തക്ക സംഗതികളാണോ അവർ കാണുന്നത്? ഇന്ന് അനേക വീടുകളിൽ 8-10 വയസ്സുള്ള കുട്ടികൾ മദ്യപാനികളായിത്തീരുന്നതിന് കാരണം എന്ത്? പിതാക്കന്മാർ വീട്ടിൽ മദ്യം കൊണ്ടുവന്ന് കൂട്ടുകാരോട് ഇരുന്ന് കുടിക്കുക മാത്രമല്ല, അത് അവിടെ കുടിച്ചിട്ട് ബാക്കിയോടെ വെച്ചിട്ട് പോകും. അത് കുടിച്ചാണ് മക്കൾ വളരുന്നത്. ഇന്ന് പല ദുരന്തങ്ങളും അതുമൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളതായ ഒരു സമൂഹത്തിൽ ഇതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മദ്യപാനമാകുന്നുവെങ്കിലും, ഇൻ്റർനെറ്റിൻ്റെ ദുരുപയോഗമാകുന്നുവെങ്കിലും, ടെലിവിഷനിലോ മറ്റുള്ളതായ ചിത്രങ്ങളിലോ ഉള്ളതായ ആ അത്യാസക്തിയാകുന്നുവെങ്കിലും, ഭക്ഷണത്തിലും
ആ ആഡംബര ജീവിതത്തിലുമുള്ള അതിമോഹമാകുന്നുവെങ്കിലും ഇതൊക്കെയാണ് ഇന്ന് ജീവിതത്തിലെ സന്തോഷത്തിന് കാരണമെന്നുള്ളതായ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ട്. നാം അത് നമ്മുടെ അടുത്ത തലമുറയിലേക്ക് പങ്കിട്ട് കൊടുക്കുന്നു. പലപ്പോഴും വിദേശത്തൊക്കെയും ജോലി ചെയ്തതിന് ശേഷം മക്കളെ എവിടെയെങ്കിലും ഹോസ്റ്റലിലാക്കിയിട്ട് അല്ലെങ്കിൽ വല്യപ്പൻ്റെയോ വല്യമ്മയുടെയോ കൂടെ താമസിക്കാനാക്കിയിട്ട് അവരെ സ്നേഹിക്കുവാൻ കഴിവില്ലാതെ അവർക്ക് സ്നേഹം പകരുവാൻ ഉപാധികളില്ലാതെ വരുമ്പോൾ അവർക്ക് വേണ്ട കാശെല്ലാം കൊടുത്ത് എങ്ങനെയെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. ആവശ്യമില്ലാത്തതുപോലെ കാശ് കിട്ടുന്നതായ കുട്ടികൾ ആ കാശ് ദുരുപയോഗം ചെയ്ത് ജീവിതത്തിലെ തെറ്റായ വഴികളിലൊക്കെയും ചെന്നു ചേരുന്നു. ഒടുവിൽ അതൊക്കെയും മനസ്സിലാക്കി വരുമ്പോഴേക്കും നാം വളരെ താമസിച്ചിരിക്കും. ഇന്ന് നമ്മുടെ തലമുറയ്ക്ക് ആവശ്യമായിരിക്കുന്നത് മാതൃകയുള്ള പുരുഷന്മാരാകുന്നു, മാതാക്കന്മാരാകുന്നു, പിതാക്കന്മാരാകുന്നു, സഭാ നേതാക്കന്മാരാകുന്നു. സഭാ നേതാക്കന്മാരുടെ ഇടയിലും വ്യക്തിവൈരാഗ്യങ്ങളും മത്സരബുദ്ധിയും മൂലം അവർക്കെങ്ങനെങ്കിലും നേതാവായി തുടരണമെന്നുള്ള ചിന്തയിൽ അവർ ചെയ്യുന്നതായ ഓരോ കാര്യവും കണ്ടിട്ട് ഇന്നത്തെ യുവതലമുറ അതിൽ മനസ്സ് ഭാരപ്പെട്ടിരിക്കുകയാകുന്നു. ഒന്നുകിൽ അവർ ഈ നേതാക്കന്മാർ ചെയ്യുന്നതിനേക്കാളും കവിഞ്ഞ രീതിയിൽ അവർ ആ രീതിയിൽ തന്നെ പോകും. അല്ല എങ്കിൽ ഇതുമായിട്ടൊരു ബന്ധവും വേണ്ട എന്ന് പറഞ്ഞ് അവർ ഈ സഭകളിൽ നിന്നും ഈ പ്രസ്ഥാനങ്ങളിൽ നിന്നും മാറി നിൽക്കും. എല്ലാവരും ദൈവസന്നിധി വിട്ടുപോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എങ്കിലും ചിലരുടെയെങ്കിലും ജീവിതത്തിലെ ആത്മീയമായുള്ള കോട്ടം സംഭവിക്കുന്നതിന് മാതൃകയില്ലാത്ത സമൂഹം കാരണമായിത്തീരുന്നു. അത് നാം മനസ്സിലാക്കുക. നാം അനുകരിക്കത്തക്കവരായിരിക്കണം, നാം ക്രിസ്തുവിനെ അനുകരിക്കുന്നവരും ആയിരിക്കണം. അതും നാം ഓർക്കുക. നാം യേശുവിൻ്റെ സാക്ഷിയാകണം. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ അതാണ് പറയുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. ഈ ലോകത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ലോകത്തിന് നമ്മെക്കുറിച്ചുള്ള സാക്ഷ്യം എന്താകുന്നു? ഇന്ന് അനേകരും സുവിശേഷവുമായി പല സ്ഥലങ്ങളിലേക്ക് ഒരു വീട്ടിൽ കയറി ഇറങ്ങി ഒരു സുവിശേഷ പ്രതി കൊടുക്കുവാൻ മടിക്കുന്നു. കാരണം എന്തേ? അവിടെ ചെന്ന് കഴിയുന്നുടനെ നമ്മളുടെ കൂടെ ആരാധിക്കുന്നവരുടെയും ചിലപ്പോൾ നമ്മളുടെയും നമ്മുടെ കുടുംബക്കാരുടെയും ഒക്കെ ദോഷം അവർ പറയും. അവർ പറയുന്നതെല്ലാം കേട്ട് അതിന് മറുപടി പറയുവാൻ നമുക്ക് നിവൃത്തിയില്ലാതെ വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സഭയുടെയും പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിലുള്ളവരെ പറ്റി ആയിരിക്കും അവർ പറയുന്നതിനെല്ലാം മറുപടി പറയുവാൻ നിവൃത്തിയില്ലാതെ വരുമ്പോൾ നാം പിന്നെ വിചാരിക്കുന്നത് ഇതിനൊന്നും പോകാതിരുന്നാൽ അത്രയും സ്വല്ല കുറഞ്ഞിരിക്കുമല്ലോ എന്ന്. അതുകൊണ്ട് ഇന്ന് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? സാക്ഷ്യം നഷ്ടപ്പെട്ടതായ ഒരു സമൂഹമായി തീർന്നിരിക്കുന്നു. ഒരു കാലത്ത് പട്ടിണിയും വിഷമങ്ങളും ഭാരങ്ങളും ഒക്കെ അനുഭവിച്ചിരുന്ന കാലഘട്ടത്തിൽ പലപ്പോഴും ലോകത്തിൻ്റെ മുമ്പിൽ വിദ്യാഭ്യാസത്തിലോ സാമ്പത്തിക നിലവാരത്തിലോ താണു നിന്നിരുന്നതായ സന്ദർഭങ്ങളിൽ ലോകത്തിൻ്റെ ഇടയിൽ ഒരു സാക്ഷ്യമുണ്ടായിരുന്നു. ഇവർ സത്യസന്ധരാകുന്നു, വിശ്വസ്തരാകുന്നു, ഇവർ അറിഞ്ഞിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി എന്ത് വില കൊടുക്കുന്നതിനും മടിയില്ലാത്തവരാകുന്നുവെന്ന്. ഇന്ന് വിശ്വാസത്തിന് വേണ്ടി വില കൊടുക്കാൻ ആരുണ്ട്? ഇന്ന് സത്യസന്ധതയിൽ ഉറച്ചു നിൽക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസ്തരായ ഒരു വാക്ക് പറഞ്ഞാൽ ഇങ്ങേറ്റമെന്ന് നമ്മൾ കുടുംബത്തിൽ പോലും പറയുന്ന വാക്കുകൾ, നമ്മുടെ ഭാര്യയോടോ ഭർത്താവിനോടോ പറയുന്ന വാക്കിന് പോലും വില കൊടുക്കാതെ ബന്ധങ്ങളെ വിച്ഛേദിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ, യേശുവിൻ്റെ അനുയായികൾ എന്ന് പറയുന്നവർ എത്തിയിരിക്കുന്നു. നമുക്കിന്ന് സാക്ഷ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞ നിങ്ങൾ ഒരുപാട് പോയി അശാന്ത പരിശ്രമം ചെയ്ത് ഒരുപാട് കോളേജും സ്കൂളും ഒക്കെ സ്ഥാപിക്കണമെന്നോ വലിയ ധർമ്മസ്ഥാപനങ്ങൾ ഉണ്ടാക്കി അനേകർക്ക് നിങ്ങൾ ഇതൊക്കെ ചെയ്തു കൊടുക്കുക. അതൊക്കെ ചെയ്യുന്നത് നല്ലത് തന്നെ. അത് ചെയ്യുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ചെയ്യുവാൻ ചിലരെങ്കിലും ഒരുങ്ങുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ ദേശത്ത് തന്നെ അഗതികളെയും വഴിയെ നടക്കുന്ന സ്ത്രീകളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ഥാപനമുണ്ട്. ഞങ്ങൾ ചിലപ്പോഴൊക്കെ അവിടെ പോകാറുണ്ട്. അങ്ങനെയുള്ളത് ആ സ്ഥാപനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മാനസിക നില തെറ്റി സമചിത്തം നഷ്ടപ്പെട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരെ പോലീസുകാർ പിടിച്ച് ആ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് ആ സ്ഥാപനം നടത്തുന്നവർ അവരെ വളരെ സ്നേഹത്തോടുകൂടെ കരുതലോടുകൂടെ നോക്കുന്നു. അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ അതിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നതായിരിക്കരുത് നമ്മുടെ ജീവിതത്തിൽ സാക്ഷ്യമുള്ളവരായി. ഈ സ്ഥാപനത്തെപ്പറ്റി പറയുമ്പോൾ അത് നടത്തുന്ന ആ സഹോദരി സാക്ഷ്യമുള്ളവളാകുന്നു, സ്നേഹമുള്ളവളാകുന്നു, കരുതലുള്ളവരാകുന്നു. കുറേ ജോലിക്കാരെ ആക്കി കാര്യങ്ങൾ ചെയ്യുകയല്ല, അവർ തന്നെ ഈ വരുന്ന സ്ത്രീകളെ കുളിപ്പിക്കുകയും അവർക്ക് വേണ്ടതായ കരുതൽ കൊടുക്കുകയും അവരെ വേണ്ടതുപോലെ സംരക്ഷിക്കുകയും ഒക്കെ ഈ സ്ത്രീ തന്നെ ചെയ്യുന്നു. നമുക്കും അങ്ങനെയുള്ളതായ സാക്ഷ്യമുണ്ടാകുന്നത് നല്ലത് തന്നെ. എന്നാൽ വലിയ പ്രസ്ഥാനങ്ങളൊന്നും തുടങ്ങിയില്ലെങ്കിലും വലിയ സംരംഭങ്ങൾക്കൊന്നും നാം ഒരുങ്ങിയില്ലെങ്കിലും
ജീവിതത്തിൽ വിശുദ്ധിയുള്ളവരായി നമുക്ക് ജീവിക്കാം. നമ്മുടെ സാക്ഷ്യം മറ്റുള്ളവർ കാണട്ടെ. ഇവർ സത്യസന്ധരാകുന്നു, വിശ്വസ്തരാകുന്നു, ഇവരൊരു വാക്ക് പറഞ്ഞാൽ അതിന് വിലയുണ്ട്, ഇവർ പറയുന്ന ദൈവത്തെ അവർ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുകയും അവർ യഥാർത്ഥമായിട്ട് ആരാധിക്കുകയും ചെയ്യുന്നു. വെറുതെ ഞായറാഴ്ചയോ പള്ളിഭക്തി കാണിക്കുന്നതിന് വേണ്ടിയോ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ആത്മീയതയല്ല. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആത്മീയതയുണ്ട്. അവരെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരായി കാണിക്കുന്നതായ ചില സ്വഭാവങ്ങൾ അവരുണ്ട് എന്ന് പറയുവാൻ സാധിക്കുന്നുവെങ്കിൽ അതാകുന്നു ഏറ്റവും വലിയ സാക്ഷ്യം. ആ സാക്ഷ്യം നമുക്കുണ്ടാകട്ടെ. നാം ക്രിസ്തുവിൽ വിശുദ്ധന്മാരാകുന്നു. പുതിയ നിയമത്തിൽ ഓരോ ലേഖനവും പൗലോസ് തുടങ്ങുന്നത് അങ്ങനെയാണ്. നിങ്ങൾ ക്രിസ്തുവിൽ ഇന്ന സ്ഥലത്തുള്ള എഫെസോസിലുള്ള വിശുദ്ധന്മാർക്ക്, കൊലോസിലുള്ള വിശുദ്ധന്മാർക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് താൻ ലേഖനം എഴുതുന്നത്. നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തു നമ്മെ വിശുദ്ധരാക്കി തീർത്തിരിക്കുന്നു. തൻ്റെ പുണ്യാഹ രക്തത്താൽ നമ്മെ കഴുകി വിശുദ്ധീകരിച്ച് തൻ്റെ ആ കാൽവരി കുരിശിലെ യാഗം മൂലം വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. വിശുദ്ധി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന് അനുരൂപമാകാതെ ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവരായി ജീവിക്കുക. അവൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നാമും വിശുദ്ധരായി ജീവിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം നല്ല പേരുള്ളവരാകുന്നു. സഭാപ്രസംഗി 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലും സദൃശവാക്യം 22-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലും നാം കാണുന്നത് നല്ല പേര് സുഗന്ധദ്രവ്യത്തെക്കാളും നല്ലതാകുന്നു. ഈ ലോകത്തിൽ മറ്റ് വിലപിടിപ്പുള്ളതും മണമുള്ളതും രുചിയുള്ളതും ഒക്കെ നോക്കിയാൽ അതിനേക്കാളും ഒക്കെ നിലനിൽക്കുന്നതും അതിനേക്കാളും ഒക്കെ പ്രാധാന്യമുള്ളതുമാകുന്നു നല്ല പേര്. നമുക്ക് ആ നല്ല പേര് ഉണ്ടായിരിക്കട്ടെ. അതായിരിക്കട്ടെ നമുക്ക് നമ്മെപ്പറ്റി തന്നെയുള്ളതായ സാക്ഷ്യം. ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മളിത് പറയുന്നതിൻ്റെ ചുറ്റുപാട് എന്താകുന്നു? ഫിലിപ്പിൻ്റെ കൈസരിയിൽ നിന്നുകൊണ്ട് യേശു ചോദിക്കുന്നു, ലോകം എന്നെപ്പറ്റി എന്തു പറയുന്നു? നിങ്ങൾ എന്നെപ്പറ്റി എന്തു പറയുന്നു? യേശുവിന് തന്നെപ്പറ്റി ഒരു അഭിപ്രായമുണ്ടായിരുന്നു. നമ്മെപ്പറ്റി ലോകം എന്തു പറയുന്നു? ഫിലിപ്പിൻ്റെ കൈസരിയയുടെ ഭൂപ്രകൃതിയും ധാർമ്മിക സ്ഥിതിയും അതിൻ്റെ മതപരമായുള്ള പശ്ചാത്തലവും ഒക്കെ നാം കണ്ടു കഴിഞ്ഞു. ഇന്ന് നിങ്ങൾ ജീവിക്കുന്ന കൈസരിയയിൽ കർത്താവ് ചോദിക്കുകയാകുന്നു, യേശുവിനെപ്പറ്റി നിങ്ങൾക്ക് യഥാർത്ഥമായ ഒരു അറിവുണ്ടോ? നിങ്ങളെപ്പറ്റി തന്നെ നിങ്ങൾക്കൊരറിവുണ്ടോ? നിങ്ങളെപ്പറ്റി ലോകത്തിൻ്റെ അറിവ് എന്താകുന്നു? നാം വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ കാണുന്ന പെർഗമോസ് എന്ന സ്ഥലത്ത് സഭയ്ക്ക് ദൂതെഴുതുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നീ എവിടെ പാർക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. നീ സാത്താൻ സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നിടത്താണ് നീ പാർക്കുന്നത്. കർത്താവിൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായിരുന്ന് അങ്ങനെ ഉണ്ടായിരുന്നത് അന്തിപ്പാസ് എന്നുള്ളതായ ആ മനുഷ്യനെ കൊന്നിടത്താണ് നീ ജീവിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദേശത്തെ കുറ്റം പറഞ്ഞിട്ടിരുന്നിട്ട് കാര്യമില്ല. പെർഗമോസിനെ പറ്റി പറയുന്നത് സാത്താൻ എവിടെ സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നുവോ, സാത്താൻ്റെ അനുയായികൾ, സാത്താൻ്റെ വഴിയിൽ പോകുന്നവർ, ദൈവത്തെപ്പറ്റി അറിയാത്തവർ, ദൈവത്തെ പിന്തുടരുന്ന അന്തിപ്പാസിനെ എവിടെ കൊന്നുവോ അവിടെയാവുന്നു നീ ജീവിക്കുന്നത്. എങ്കിലും അതിൻ്റെ മധ്യത്തിലും ദൈവത്തിൻ്റെ സാക്ഷ്യമുള്ളവരായി ജീവിക്കാൻ നാം ഒരുങ്ങണം. നിങ്ങളിന്ന് ജീവിക്കുന്നതായ ചുറ്റുപാട് പലപ്പോഴും ആത്മീക രീതികൾക്ക് അനുകൂലമല്ല എന്ന് വരാം. നിങ്ങൾക്ക് ആത്മീയമായി ചിലപ്പോൾ എതിർപ്പുകളുണ്ടായി എന്ന് വരാം. നിങ്ങളുടെ ആരാധനയ്ക്ക് തടസ്സമുണ്ടായി എന്ന് വരാം. സ്വതന്ത്രമായി ആരാധിക്കാത്തതായ ഒരു സ്ഥലത്തായിരിക്കും നിങ്ങൾ പാർക്കുന്നത്. പിശാച് തൻ്റെ സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നിടത്തായിരിക്കും നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങളുടെ ഇടയിലുള്ള ചിലരെ ഈ ലോകത്തിലുള്ളവരെ കൊന്നുവെന്ന് വരാം. അത് ശാരീരികമായിട്ട് അവർ രക്തസാക്ഷി ആയോ എന്നുള്ളതല്ല, അവർക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കാത്ത രീതിയിൽ അവരെ നശിപ്പിക്കുന്നതിന് വേണ്ടി ലോകം ശ്രമിച്ചു എന്ന് വരാം. എന്നാൽ അവിടൊക്കെയും വിശ്വസ്തരായിരുന്നു ദൈവത്തെ സേവിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. നിങ്ങളും ആ കൂട്ടത്തിലായിരിക്കുമോ? നിങ്ങളെപ്പറ്റിയുള്ള ദൈവത്തിൻ്റെ സാക്ഷ്യം എന്താകുന്നു? നിങ്ങളെപ്പറ്റിയുള്ള നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവരുടെ സാക്ഷ്യം എന്താകുന്നു? നിങ്ങളുടെ മക്കളുടെ സാക്ഷ്യം എന്താകുന്നു? നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ സാക്ഷ്യം എന്താകുന്നു? നിങ്ങളുടെ കൂടെ ആരാധിക്കുന്നവരുടെ സാക്ഷ്യം എന്താകുന്നു? മാത്രമല്ല, നിങ്ങളെപ്പറ്റി നിങ്ങളുടെ തന്നെ സാക്ഷ്യം എന്താകുന്നു? ഞാൻ ദൈവത്തിൻ്റെ പൈതലാകുന്നു, ദൈവത്തിൻ്റെ മകനാകുന്നു, മകളാകുന്നു, കർത്താവിൻ്റെ കൂട്ടുവേലക്കാരനാകുന്നു, ദൈവത്തിൻ്റെ ദാസനാകുന്നു, പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച് ആത്മാവിനാൽ നടത്തപ്പെടുന്ന വ്യക്തിയാകുന്നു. ഞാൻ ക്രിസ്തുവിനെ അനുകാരിയായി ജീവിക്കുന്നതിന് വേണ്ടി എന്നെ തന്നെ സമർപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ഞാൻ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയാകുന്നു. ഞാൻ വിശുദ്ധിയിൽ ജീവിതം കാക്കുന്നു. വിശുദ്ധനെന്ന് എന്നെ ദൈവത്തിൻ്റെ ആത്മാവ് വിളിക്കുന്നു. മാത്രമല്ല, ഞാൻ നല്ല പേരുള്ളവനായ, പേര് സൂക്ഷിക്കുന്നവനായി മുമ്പോട്ട് പോകാൻ ഓരോ ദിവസവും ആഗ്രഹിക്കുന്നു. അതാണ് എൻ്റെ സാക്ഷ്യം. ഞാനിതെല്ലാം പൂർണ്ണ വിജയം പ്രാപിച്ചുവെന്നോ എൻ്റെ ജീവിതത്തിലൊരു കുറവും വീഴ്ചയും ഇല്ലെന്നോ ഞാൻ അവകാശപ്പെടുന്നില്ല. എങ്കിലും എൻ്റെ ജീവിതത്തിലെ ആഗ്രഹവും എൻ്റെ സമർപ്പണവും അതാകുന്നു. ഇങ്ങനെയുള്ളൊരു സാക്ഷ്യത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കണം എന്നുള്ളത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് ആത്മാർത്ഥമായി ചോദിക്കാനുള്ള ഇതാകുന്നു. അതിനുവേണ്ടി നിങ്ങളെ തന്നെ സമർപ്പിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആത്മാർത്ഥതയോടുകൂടെ ദൈവസന്നിധിയിൽ
സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എന്നാൽ ഇവിടെ കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന തീരരുത്. ഈ ആഴ്ച മുഴുവനും ഈ കേട്ട വചനം ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ തുടരുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ പിതാവേ, ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൻ്റെ ആഗ്രഹം അവിടുന്ന് കാണുന്നില്ല കർത്താവേ. അവരുടെ ഹൃദയത്തിൻ്റെ നിലവിളി അവിടുന്ന് കേൾക്കുന്നില്ല കർത്താവേ. പലപ്പോഴും ലോകത്തിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾ പരാജയമുള്ളവരാകുന്നു, വീഴ്ചയുള്ളവരാകുന്നു. എന്നാൽ അതിൽ തൃപ്തിപ്പെട്ടിരിക്കാതെ മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തി ഞാൻ അതിനേക്കാളും ഭേദമാകുന്നു എന്ന് പറഞ്ഞിരിക്കാതെ നീതിമാനായ ദൈവത്തിന് മുമ്പിൽ, വിശുദ്ധനായ ദൈവത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് ദൈവത്തിന് ഇഷ്ടപ്രകാരമുള്ള ഒരു ജീവിതം നയിക്കുന്നതിനോടൊന്ന് സഹായിക്കണമേ. ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ കണ്ണുകളിലും ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളവരുടെ കണ്ണുകളിലും ഞങ്ങളുടെ തന്നെ കർത്താവേ ആ കാഴ്ചപ്പാടിലും സന്തോഷമുള്ളവരായി, സമാധാനമുള്ളവരായി, പ്രാഗൽഭ്യമുള്ളവരായി ജീവിക്കുന്നതിനോടൊന്ന് സഹായിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്മയല്ലാതൊന്നും ചെയ്തിടാ